ഹായ് ഹലോ എല്ലാവർക്കും സുഖമാണ് വിചാരിക്കുന്നു. അപ്പോൾ അതാ നമ്മൾ ഫസ്റ്റായിട്ട് നാട്ടിൽ വന്നിട്ടൊരു വീഡിയോ, ഒരു ചെറിയൊരു വ്ളോഗ് എടുക്കുകയാണ് കേട്ടോ, ഒരു മിനി വ്ളോഗ് എടുക്കുകയാണ്. ഉച്ചയ്ക്ക് ശേഷമുള്ള കുറച്ച് കാര്യങ്ങളൊക്കെ ആയിട്ടുള്ള ഒരു ചെറിയ ഒരു വീഡിയോ. അപ്പോൾ ഉമ്മ വൈകുന്നേരത്തേക്ക് കഴിക്കാനായിട്ട് ചക്രമത്തൻ ഉണ്ടാക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ മത്തൻ ആദ്യം കുറുങ്ങനെ ചെറുതായിട്ട് അരിഞ്ഞിട്ട കഷ്ണങ്ങളാക്കി ഇട്ടത്, പിന്നെ അതിലോട്ട് കുതിർത്ത വൻപയർ ഇട്ടു, ഉപ്പിട്ടിട്ട് കുറച്ച് വെള്ളം കൂടെ ഒഴിച്ച് ഇത് വേവിക്കാൻ വെക്കും. അപ്പോൾ അമ്മ അടുപ്പിലോട്ട് വെച്ചു കേട്ടോ. ആ സമയം കൊണ്ട് അപ്പുറത്ത് വേറൊരാൾ ഒരു പണി ഒപ്പിക്കുന്നത് നമ്മൾ കണ്ണ് തെറ്റി കഴിഞ്ഞാൽ എന്തെങ്കിലുമൊക്കെ ഒരു പണി ഒപ്പിക്കും. അപ്പോൾ ഇപ്പോൾ ഫ്രിഡ്ജ് ലോക്കിടാൻ മറന്നു പോയതാണ്. അപ്പോൾ ലോക്ക് മുട്ട എടുത്തിട്ടുണ്ട്. അപ്പോൾ അവന് മുട്ട ഇഷ്ടമാണ്, അവന് എന്നും കൊടുക്കാറുണ്ട്. അപ്പോൾ ഇന്ന് രാവിലത്തെ അവർ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അതും കൈ പിടിച്ചുകൊണ്ടാണ് ഇപ്പോൾ കളിക്കുന്നത്. ഇപ്പോൾ കുറച്ച് നേരമായിട്ടുള്ളൂ അവന് ചോറൊക്കെ കഴിച്ചിട്ട്, പുറങ്ങി എണീറ്റ് ചോറ് കഴിച്ചിട്ട്. അപ്പോൾ ഇനി കൊടുത്തു കഴിഞ്ഞാൽ ദഹിക്കില്ല, പിന്നെ ആകെ പ്രശ്നമായിരിക്കും. അപ്പോൾ പിന്നെ ഇതെങ്ങനെയെങ്കിലും മേടിച്ചെടുക്കാനാണ് ഇപ്പോൾ നോക്കുന്നത്. തരുന്നില്ല ആള്. പൊട്ടോ അങ്ങനെ ഒരു വിധത്തിൽ മോന് നമുക്ക് മുട്ട കൈ തന്നിട്ടുണ്ട് സോപ്പിട്ടിട്ട്. അപ്പോൾ ഒരു വശത്ത് അവിടെ കുക്കറ് വിസിലടിച്ച് തുടങ്ങി കേട്ടോ. അതിനിടയ്ക്ക് ഉമ്മ പെരുംജീരകം പൊടിക്കാൻ വേണ്ടിയിട്ട് ചൂടാക്കി പൊടിച്ചെടുക്കുകയാണ്. അങ്ങനെ പൊടിച്ച് വെച്ച കറികളിലൊക്കെ ഇടാൻ എളുപ്പമാണല്ലോ. അപ്പോൾ മുട്ടപ്പണി കഴിഞ്ഞ് അടുത്ത് വേറൊരു പണി ഒപ്പിച്ചിട്ടുണ്ട് മോനെ. ഇവിടെ ജനവാതിലിൻ്റെ ഗ്ലാസ് പൊട്ടിയിട്ടുണ്ടായിരുന്നു. അപ്പം ഉമ്മ സ്റ്റിക്കറോ ഇതൊക്കെ വെച്ച് ഒട്ടിച്ച് ജോയിൻ ചെയ്ത് വെച്ചതായിരുന്നു. അപ്പം അവന് സ്റ്റിക്കറൊക്കെ പറിച്ചെടുത്തിട്ട് ചില്ല് രണ്ട് സെപ്പറേറ്റ് ആക്കിയിട്ടുണ്ട്. അപ്പോൾ കയ്യിലെങ്ങാനും കൊണ്ടല്ലെന്ന് വെച്ചിട്ട് ഞാൻ വേഗം അതൊന്ന് ഇനി ക്ലിയർ ആക്കി എടുക്കണം. അപ്പോൾ ഇനി ഗ്ലാസ് പഴയതുപോലെ തന്നെ സീറ്റിംഗ് ആവുന്നില്ല. അപ്പം പിന്നെയാണ് എനിക്ക് ടെക്നിക്ക് മനസ്സിലായത്. മുകളിലത്തെ ഗ്ലാസ് ഒന്നും കൂടെ മുകളിലോട്ട് പുഷ് ചെയ്തിട്ട് ഇതങ്ങോട്ട് സൈഡിലോട്ട് ഒന്ന് ചെറുതായിട്ട് വെച്ചെടുത്തപ്പോഴേക്കും സംഭവം സെറ്റായിട്ടോ. അപ്പോൾ പിന്നെ ഇൻസുലേഷൻ ഇനിയിപ്പോൾ ആ ജോയിൻറ്റിൽ ഇൻസുലേഷൻ ഒട്ടിക്കണം. അപ്പോൾ ഇൻസുലേഷൻ എടുത്ത് ഒട്ടിച്ച് 1-2 ആയപ്പോഴത്തേക്കും ഇൻസുലേഷൻ ടാപ്പ് തീർന്നു. അപ്പോൾ 1-2 സാധനങ്ങളും കൂടെ വാങ്ങാനുണ്ടായിരുന്നു. അങ്ങനെ കടയിൽ പോയിട്ട് സാധനങ്ങളൊക്കെ മേടിക്കണം. അപ്പോൾ ഈ ഗ്ലാസ് എങ്ങനെ പൊട്ടിയതൊന്നും ഉമ്മനോട് ചോദിച്ചപ്പോൾ ഉമ്മക്കറിയില്ല. നമ്മളിങ്ങോട്ട് താമസം മാറുന്നതിന് മുമ്പ് തന്നെ, ഇത് വാടക വീടാണ് കേട്ടോ, അപ്പോൾ മാറുമ്പോൾ തന്നെ പൊട്ടിയിട്ടുണ്ടെന്ന് പറഞ്ഞു. അതിൻ്റെ ഓണർമാർ മാറ്റാൻ പറഞ്ഞപ്പോൾ അവർ മാറ്റി തന്നതൊന്നുമില്ല. അപ്പോൾ ഈ ഒട്ടിക്കുന്നതിൻ്റെ കൂടെ തന്നെ അപ്പുറത്തെ വിസിൽ ഏകദേശം 5-6 വന്നിട്ടുണ്ട് കേട്ടോ. അപ്പം എയർ ഒന്ന് കയറിയതിന് ശേഷം കുക്കർ ഓഫ് ചെയ്യാൻ പറഞ്ഞു. അപ്പോൾ കടയിൽ പോകാനായിട്ട് ഒരാൾ ഇവിടെ ചെരുപ്പിട്ട് റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ കുറച്ച് സാധനങ്ങളൊക്കെ ഉള്ളൂ. അപ്പോൾ അവനെയും കൊണ്ട് പോകാമെന്ന് വിചാരിച്ചു. ഇവിടുന്ന് 1 മിനിറ്റ് 2 മിനിറ്റേ ഉള്ളൂ, അടുത്ത് തന്നെയാണ്. അപ്പോൾ കുക്കറിൽ എയർ കയറിയിട്ടുണ്ട്. കുക്കർ ഓഫ് ചെയ്തു. അങ്ങനെ ഞങ്ങൾ ഒരുങ്ങിക്കെട്ടി ഞങ്ങൾ 2 പേരും പുറത്തോട്ട് കടയിലോട്ട് പോവുകയാണ്. അവനൊരു ചെറിയൊരു എൻ്റർടൈൻമെൻറ്റും ഒക്കെ ആയിട്ട് കുറച്ച് നടക്കാമല്ലോ. പക്ഷെ നമ്മൾ വീടിൻ്റെ ഇവിടുന്ന് റോഡിൽ പകുതി വരെ വെള്ളവും ചെളിയും വെള്ളമൊക്കെയാണ്. അപ്പോൾ അവന് നടത്താൻ പറ്റില്ല. അപ്പോൾ അവനെ എടുത്തുകൊണ്ട് തന്നെ പോകണം. തിരിച്ചു വരുമ്പം കുറച്ച് പകുതി വരെ വീടെത്താറാവുന്നവരെ അവനെ നടത്തിക്കൊണ്ട് വന്നു കേട്ടോ. അതുവരെ വീടിൻ്റെ അടുത്തേക്ക് എത്തുമ്പോഴത്തേക്ക് കൂടുതലും ചെളിയും അഴുക്ക് വെള്ളമൊക്കെയാണ്. അങ്ങനെ നമ്മൾ സാധനങ്ങളൊക്കെ മേടിച്ച് വീടെത്തി ഞാൻ ആദ്യം തന്നെ ആ ബാക്ക് വശം ചില്ല് പൊട്ടിയതിൻ്റെ ബാക്ക് വശത്തിലൂടെ ഒന്നുകൂടെ ഇൻസുലേഷൻ ഒട്ടിച്ചു കേട്ടോ. അല്ലെങ്കിൽ കയ്യിലിരിപ്പ് കാരണം ചില്ല് രണ്ടും പിന്നെയും പഴയ പോലെ തന്നെ ആക്കിത്തരും. അപ്പോൾ ഞാനതൊന്നും കൂടെ സേഫാക്കി. ആ സമയം കൊണ്ട് തന്നെ നമ്മൾ കുക്കർ എയറൊക്കെ പോയി സെറ്റായിട്ടുണ്ട് കേട്ടോ. പയറും മത്തനൊക്കെ നന്നായിട്ട് വെന്തിട്ടുണ്ട്. അപ്പോൾ പിന്നെയും ഗ്യാസൊന്ന് ഓണാക്കിയിട്ട് ശർക്കര ഇടുകയാണ്. മധുരത്തിന് ആവശ്യമായിട്ടുള്ള ശർക്കര ഇട്ട് ഒന്നും കൂടെ തിളച്ച് വരുമ്പോൾ ചിരകിയെടുത്ത തേങ്ങ ഒന്ന് നന്നായിട്ട് തിരുമ്മി വെള്ളം കൂടെ കൂട്ടി തിരുമ്മിയിട്ട് കുറച്ച് റാഗിപ്പൊടിയും കൂടെ, നമ്മൾ ഈ മത്തനിലുള്ള വെള്ളം ഉണ്ടല്ലോ അതൊന്ന് കുറുകാൻ വേണ്ടിയിട്ടുള്ള റാഗിപ്പൊടിയാണ് കേട്ടോ നമ്മൾ ചേർക്കുന്നത്. റാഗിപ്പൊടി ഇടാം, അരിപ്പൊടിയും കൂടെ ഇടാം. അത് ഈ തേങ്ങയുടെ കൂടെ ഒന്നും കൂടെ നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് ആ മത്തനിലോട്ട് ചേർത്ത് ഇളക്കുവാണ്.
ഇത് ഇട്ട് കഴിഞ്ഞതിന് ശേഷം റാഗിപ്പൊടിയാണ് അറിയാമല്ലോ അടുക്കി പിടിക്കും. അപ്പോൾ എന്ത് ചെയ്യുക, നമ്മൾ നിൽക്കാതെ ഇളക്കി കൊടുക്കണം. ഇതൊന്ന് കുറുകിയാവുന്നത് വരെ നിൽക്കാതെ ഇളക്കി കൊടുക്കുക. ഉപ്പെല്ലാം നോക്കി പാകത്തിന് നോക്കിയിട്ട് മധുരം ഇല്ലെങ്കിൽ ഒരു കഷ്ണം ശർക്കരയും കൂടെ ഇടുന്നുണ്ട് ഉമ്മ. അപ്പം നിങ്ങൾക്ക് എല്ലാവർക്കും ഇത് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഉണ്ടാക്കുമ്പോൾ മധുരത്തിനുള്ള ശർക്കരയും കൂടെ ഇട്ടിട്ട് നന്നായിട്ട് ഇളക്കിയെടുക്കുക. അപ്പോൾ അതിൻ്റെ കൂടെ തന്നെ കുറച്ച് ഏലക്കാപ്പൊടി, നമുക്ക് ഏലക്കായ എല്ലാം തീർന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അത് നമ്മൾ ഇടുന്നില്ല. അപ്പോൾ ഞാൻ പറഞ്ഞു തരികയാണ്, ഏലക്കായപ്പൊടി ഇടാം. പിന്നെ കുറച്ച് കാഷ്നട്ടും ബദാമൊക്കെ വേണമെങ്കിൽ നെയ്യിൽ മൂപ്പിച്ചിട്ട് അതും കൂടെ ഒഴിക്കാം. ഇതിപ്പോൾ അതൊന്നും ഇല്ലെങ്കിൽ തന്നെ സംഭവം നല്ല സൂപ്പർ, നല്ല ടേസ്റ്റാണ്, നല്ല ഹെൽത്തിയാണ്. മക്കൾക്കൊക്കെ കൊടുക്കാനെല്ലാം ഹെൽത്തി ആയിട്ടുള്ളൊരു സാധനമാണ്. അപ്പോൾ ഇത് നമ്മുടെ ചാനൽ ഇഷ്ടമാകുന്നുണ്ടെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം, കമൻറ്റും കൂടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യണം കേട്ടോ. അപ്പോൾ നിങ്ങൾ സപ്പോർട്ട് ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് മുന്നോട്ട് പോകാനും നമുക്കൊരു ഇൻട്രസ്റ്റ് ഉണ്ടാവുള്ളൂ. ഞാനിത് 3-4 തവണ വീഡിയോസ് ഇടും, കുറച്ച് കാലം കണ്ടിന്യൂസ് ആയിട്ടിടും, പിന്നെ നിർത്തും, പിന്നെ ഇടും. അങ്ങനെ ഇപ്പോൾ ലാസ്റ്റായിട്ട് ഇനിയിപ്പം യൂട്യൂബ് ഒന്ന് റീച്ച് ആയിട്ടില്ലെങ്കിലും വീഡിയോ ഇടണം എന്ന് വിചാരിച്ചിട്ടിരിക്കുകയാണ്. അപ്പോൾ എന്തായാലും സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ ഇത് മോനും കഴിക്കുന്നുണ്ട്. മോനക്കാണെങ്കിൽ ഈ പയറൊക്കെ കൊടുക്കാൻ പേടിയാണ്. അവന് എന്തെങ്കിലും ഒന്ന് തടഞ്ഞു കഴിഞ്ഞാൽ അങ്ങോട്ട് ഛർദ്ദിക്കും, കഴിച്ചതെല്ലാം ഛർദ്ദിക്കും. അപ്പോൾ അത് പയ്യെ സൂക്ഷിച്ച് പേടിയോടെയാണ് കൊടുക്കുന്നത്. എന്നാലും കുറച്ചൊക്കെ അവൻ കഴിച്ചു, കുറച്ചൊക്കെ ബഹളം വെച്ചു, എന്നാലും കുഴപ്പമില്ലാണ്ട് കഴിച്ചു. പിന്നെ ഞാനും കഴിച്ചു. എൻ്റെ രാത്രിയിലത്തെ ഡിന്നറും കൂടിയാണിത്. സമയം ഇപ്പോൾ ഒരു 6:30-7 മണി ആയി കാണുള്ളൂ കേട്ടോ. അങ്ങനെ മോന് കുറച്ച് മത്തനൊക്കെ കഴിച്ചു. അവന് കളിയിലേക്ക് പോയി. ഇങ്ങനെയൊക്കെയാണ് അവൻ്റെ പരിപാടി കേട്ടോ. എന്തെങ്കിലുമൊക്കെ അതിൻ്റെ ഇടയ്ക്ക് പോയി കിടക്കുക, തണുപ്പുള്ളിടത്ത് കിടക്കുക, വലിച്ചു വാരിയിടുക. ഇതൊക്കെയാണ് മക്കൾ, അങ്ങനെ തന്നെയാണല്ലോ. മാഷാഅല്ലാ, കുഴപ്പമൊന്നുമില്ല, ആൾ നല്ല ആക്റ്റീവൊക്കെ ആയിട്ട് പോകുന്നുണ്ട്. അങ്ങനെ അവൻ്റെ കുറച്ച് കളികളൊക്കെ കഴിഞ്ഞു. അവന് രാത്രി ഞങ്ങൾ മേലൊക്കെ കഴുകി. സമയം ഒരു 9 മണി കഴിഞ്ഞു കേട്ടോ. 9:30 ആയി. ഫ്രഷായി. വൈകുന്നേരം സ്നാക്സ് അവന് ഒരുപാടൊന്നും കഴിക്കാത്തതുകൊണ്ട് തന്നെ ചോറ് പെട്ടെന്ന് കൊടുത്ത് ഉറക്കാമെന്ന് വിചാരിച്ചു കേട്ടോ. അങ്ങനെ കുളിയെല്ലാം കഴിഞ്ഞ് വന്നിട്ടുള്ള ഇരിപ്പാണ്. കുളി കഴിഞ്ഞ് ചോറ് കഴിച്ചിട്ടാണ് ഇനി കിടക്കുക. ചോറ് കഴിച്ച് ഡ്രസ്സൊക്കെ മാറി ഒന്നും കൂടെ ഒന്ന് കുത്തി മറിയും കേട്ടോ. തൊട്ടിലിൽ കിടക്കും. പിന്നെ തൊട്ടിലിൽ നിന്ന് പിന്നെ എണീക്കുമ്പോൾ പിന്നെ താഴോട്ട് ബെഡിൽ കിടത്തും. ഇങ്ങനെയാണ്. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. ചാനൽ ഇഷ്ടമാകുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഷോർട്ട് വീഡിയോസ് മാത്രമേ ഞാനിപ്പോൾ ഇതിന് ഇട്ടിട്ടുള്ളൂ. ഇപ്പോഴാണ് ആദ്യമായിട്ട് വീഡിയോ എടുക്കുന്നത്. മുമ്പ് ഇപ്പോഴും 1-2 ചെറിയ വീഡിയോസ് ഇട്ടിട്ടുണ്ട്. പക്ഷേ ഇന്നാണ് ഇത്രയും ലോങ് ആയിട്ടൊരു ഡീറ്റെയിൽ ആയിട്ടുള്ളൊരു വീഡിയോ ഇടുന്നത് കുറച്ചൊക്കെ. അപ്പോൾ സപ്പോർട്ട് ചെയ്യുക. ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, അഭിപ്രായങ്ങൾ അറിയിക്കുക. ഓക്കെ, അപ്പോൾ അടുത്തൊരു വീഡിയോയിലൂടെ കാണാം. ചാ.